എന്തൊക്കെ വിഷയങ്ങളുണ്ട്? അത് മൂത്രത്തിനെ സംബന്ധിച്ച് ഞാൻ വെള്ളം കുടിക്കുമ്പോൾ പിന്നെ അപ്പം തന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ പിന്നെ ആ ഒരു മൂത്രത്തിന് മൂന്നായിട്ട് കെട്ടി നിന്നാണ്ട് ഒരു ബുദ്ധിമുട്ട്, അതായത് ഭയങ്കര എന്താ പറയുക, കൂടുതലായിട്ട് നമ്മൾ മൂത്രം പിടിച്ചിരിക്കുമ്പോഴുള്ള ഒരു വേദന പോലെ ഉണ്ടല്ലോ. ആ ഒരു വെള്ളം കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ചെയ്തതിന് ശേഷം ആ ഒരു ബുദ്ധിമുട്ട് മാറി. ഒരാഴ്ച ആകുന്നപ്പോ ഒരു 6 ദിവസം ആയി. അതിൽ തന്നെ ഇപ്പൊ ഒരു മാറ്റങ്ങൾ, അതായത് ഒരു 50% എനിക്ക് മാറ്റങ്ങൾ. മുമ്പുള്ള ആ വേദന ഒക്കെ പോയി. വെള്ളം കുടിച്ചു ഉടനെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഈ നാവിന്റെ ഭാഗത്ത് നമ്മളിപ്പോ കൂടുതൽ മൂത്രം ആയിട്ടുണ്ടല്ലോ, മൂത്രം ഒഴിക്കാതാവുമ്പോൾ ഒരു മണിക്കൂറുകളോളം മൂത്രം പിടിച്ചു വെച്ചിട്ടുള്ള വേദന ഇത് 10 മിനിറ്റ് വെള്ളം കുടിച്ച ഉടനെ എനിക്ക് വരുമായിരുന്നു. ഞാൻ മൂത്രം ഒഴിക്കുമ്പോഴോ അതിന് മാത്രം മൂത്രം ഉണ്ടാവില്ല, കൂടുതൽ കുറച്ച് മൂത്രമേ ഉണ്ടാവുള്ളൂ. ചെയ്തതിനു ശേഷം മൂത്രത്തിന് ആ വേദന മാറി. നമ്മളിപ്പോ മൂത്രം കൂടുതലായി. ഇപ്പൊ മുമ്പത്തെ പോലെ നമ്മളിപ്പോ മൂത്രം സംഭരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നാല് മുമ്പ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒഴിക്കലുണ്ട്. എന്നാൽ കിടന്നു കഴിയുമ്പോൾ മുമ്പ് അങ്ങനെ പ്രശ്നം തോന്നലില്ല. പകൽ സമയങ്ങളിലാണ് വിട്ട് മൂത്രം ഒഴിക്കുന്നത്. അതിലും നല്ല മാറ്റം. ഇപ്പൊ ഈ ഒരാഴ്ച ആയപ്പോൾ തന്നെ മാറ്റങ്ങൾ. പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമായിരുന്നു. ഇല്ല, ഞാനിപ്പോ ഇവിടെ എത്തിയതിനു ശേഷം ഒരു ഗുളിക കുടിച്ചിരുന്നു. ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പൊ കുടിച്ചിരുന്നു. അത് ഒരാഴ്ച കുടിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷമാണ് നിങ്ങളടുത്ത് എത്തിയത്. നമ്മളത് ചെയ്തു പോയ എത്ര ദിവസം കൊണ്ടൊക്കെ റിസൾട്ട് ഞാൻ ചെയ്ത് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞു വന്നു കഴിഞ്ഞ് പിറ്റേന്ന് അതെ റിസൾട്ട് വരാം. ആ വേദനക്ക് മാറ്റം, അതായത് അന്ന് പിറ്റേന്ന് മുതൽ തന്നെ ആ വേദനക്ക് മാറ്റം റിസൾട്ട് വന്നു. സന്തോഷം തന്നെ. സന്തോഷം. നിങ്ങൾ എന്താ ജോലി? ഞാൻ സൗദിയിലാണ്. ലീവിന് വന്നതാണ്. ഇരുന്നുള്ള ജോലിയാണ്. ഇരുന്നുള്ള ജോലിയാണ്. ഇപ്പൊ സന്തോഷമാണ്. ഇത് ഒരു ഗൗരവമുള്ള കേസാണ്. പ്രോസ്റ്റേറ്റിലേക്ക് രക്തം കിട്ടുന്നത് പ്രശ്നമാണത്. രക്തക്കൊലകൾ അടഞ്ഞെടുത്തിട്ട് അത് ഓപ്പൺ ആക്കിയോടുകൂടി ഫ്രീ ആയി. സന്തോഷം തന്നെ അല്ലേ?